NH66 എറണാകുളം തൊട്ട് ഗുരുവായൂർ വരെയുള്ള ആ ഒരു യാത്രയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ ഒരു ആറുവരിപ്പാത നമ്മൾ കാണുകയാണ്. അതിഗംഭീരമെന്ന് തന്നെ പറയാം, അതിമനോഹരം. ഇത് കേരളമാണ്. ഗൾഫ് രാജ്യങ്ങളെ വെല്ലുന്ന തരത്തിലുള്ള റോഡുമായി നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളുടെ ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും ഒക്കെ ആയിട്ട്, ഒപ്പം അഭിപ്രായങ്ങളും കമൻസുകളുമൊക്കെ ആയിട്ട് കൂടെ ഉണ്ടാവുക. ഒരു വലിയ വീഡിയോ ആണ്, ലോങ് വീഡിയോ ആണ്, അപ്പോൾ കൂടെ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. എറണാകുളത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് NH66 ഉള്ള ഒരു യാത്രയാണ്. നമ്മൾ രാവിലെ തന്നെയാണ് പോകുന്നത്, 6 മണിക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ സർവീസ് റോഡിലൂടെ പോകുന്നു. ഒബ്രോൺ മാളിൻ്റെ തൊട്ടടുത്ത് വെച്ചാണ് നമ്മളുടെ വീഡിയോ തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ നേരെ ഗുരുവായൂരിലേക്ക് പോകുന്നു. സർവീസ് റോഡിലൂടെ മാത്രമാണ് നമുക്ക് ഈ ഒരു സൈഡിലൂടെ പോകാൻ കഴിയുന്നത്. അവിടെ വലിയ വർക്കുകൾ നടക്കുന്നു. ഇത് കാണുന്ന ഒരു അണ്ടർപാസാണ്. അതിൻ്റെ പണികളൊന്നുമായിട്ടില്ല. തൂണുകളിൽ ഈ ഗട്ടറുകൾ പിടിപ്പിച്ച് നിൽക്കുന്ന ഒരവസ്ഥ. അതിനകത്തേക്കുള്ള അപ്രോച്ച് റോഡുകളും ഒന്നും തന്നെ വന്നിട്ടില്ല. കേരളം ഉറ്റുനോക്കുന്നത് ഈ ഒരു പോയിന്റ് തന്നെയാണ്. ഇവിടെ വന്നിട്ട് എങ്ങനെയായിരിക്കാം ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള ഒരു ഏരിയ തന്നെയാണ്. ലുലു കഴിഞ്ഞാൽ അവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് അണ്ടർപാസ് വരുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതുവരെയും നമുക്കതിൻ്റെ ഒരു കാഴ്ച ആർക്കും തന്നെ ലഭിച്ചിട്ടില്ല. എന്താണേലും അത് വരും ദിവസങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ രീതിയിലുള്ള പുരോഗതികളൊന്നുമില്ല. കഴിഞ്ഞ 2-3 മാസങ്ങളിൽ എന്തായിരുന്നോ അത് തന്നെയാണ് നമുക്കിപ്പോഴും കാണാനുള്ളത്. നേരെ നമ്മൾ ലുലുമാളിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത്. നമുക്കറിയാം ഇവിടെ മെട്രോയുടെ പിള്ളർ നമുക്ക് ലോങ്ങിൽ തന്നെ കാണാൻ കഴിയുന്നു. മെട്രോയുടെ പില്ലറുണ്ട്. അതേപോലെ തന്നെ എറണാകുളം സൈഡിലേക്ക് പോകുന്ന റോഡുണ്ട്. അതിൻ്റെ അടിയിലൂടെയാണ് നേരെ നമ്മൾ അമൃത ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. അതായത് വലത്തോട്ട് തിരിഞ്ഞാൽ ആലുവ ഭാഗത്തേക്ക് പോകാം, ഇടത്തോട്ട് തിരിഞ്ഞാൽ എറണാകുളം പള്ളി റെയിൽവേ ഓവർബ്രിഡ്ജാണ്. ഇവിടെയും പ്രത്യേകിച്ച് പണികളൊന്നും തന്നെയില്ല. ആകെ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് മാത്രമാണ്. അതിനകത്തേക്കുള്ള അപ്രോച്ച് റോഡുകളുടെ പണികൾ ഒന്നും തന്നെ ആയില്ല. കഴിഞ്ഞ ദിവസവും ഞാൻ പോയി, നമ്മളിങ്ങനൊരു വീഡിയോയിൽ നമുക്ക് വിചാരിക്കാൻ റോഡുകളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ അതൊന്നും തന്നെ വന്നിട്ടില്ല. അങ്ങോട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ ഒരു പണിയും ആയിട്ടില്ല. പഴയതെങ്ങനെയാണോ അതേപോലെ തന്നെ നിൽക്കുന്നു എന്നുള്ളത്. പക്ഷേ ഇവിടം കഴിഞ്ഞ് ഒരു പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നത് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ, കൊടുങ്ങല്ലൂരൊക്കെ കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരിന് മുമ്പ് തൊട്ട് തന്നെ നല്ല ലെവലിലുള്ള പണികൾ കഴിഞ്ഞത് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടുന്ന് നേരെ ഇറങ്ങി ഈ ഒരു പാലം ഇറങ്ങി ചെന്നാൽ ഒരു പ്രധാന പോയിന്റ് തന്നെയാണ് അമൃത ഹോസ്പിറ്റലിലേക്കുള്ള റോഡാണ്. ലെഫ്റ്റ് സൈഡിലേക്കാണ് ഈ അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റോഡ്. ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നേരെ ചേരാനെല്ലൂർ ജംഗ്ഷനിലേക്ക് എത്താൻ കഴിയും. ചേരാനെല്ലൂർ ജംഗ്ഷനിൽ നിന്ന് ആണ് പ്രധാനമായും ആസ്റ്റർ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക്, അല്ലെങ്കിൽ കണ്ടെയ്നർ റോഡ് അല്ലെങ്കിൽ സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ ഒരു ഭാഗം നമുക്കിവിടെ ഉണ്ടാകുന്നത്. കണ്ടെയ്നർ റോഡ് എന്ന് തന്നെയാണ് അതിന് പറയുന്നത്. ഇവിടെയും ഒരു അണ്ടർപാസ് ഉണ്ട്. അത് ഏറ്റവും ആവശ്യമുള്ളതാണ്. ഇവിടെ എങ്ങനെയാണ് എക്സിറ്റ് വരുന്നത് എന്നുള്ളതാണ്. കാരണം അമൃത ഹോസ്പിറ്റലിലേക്ക് തീർച്ചയായിട്ടും ഒരു എക്സിറ്റ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ ലെഫ്റ്റിലേക്ക് കാണുന്നതാണ് അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി. ഇവിടെയും നാളുകളായി കിടക്കുന്ന അതേ രീതിയിൽ തന്നെ പോകുന്നു. മണ്ണിട്ടുയർത്തുന്ന പരിപാടികളൊന്നും തന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നിൽക്കുന്നു. പലപ്പോഴും ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്തയാണ് മണ്ണിടിഞ്ഞ് താഴെ പോകുന്നു. നമ്മുടെ കേരളത്തിൻ്റെ ഘടന അനുസരിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്നത് മണ്ടത്തരം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഇത് പില്ലറുകളിലൂടെയാണെങ്കിൽ നാളുകൾക്ക് മുമ്പ് തന്നെ ഈ പണികൾ തീർന്നതിന് ഈ ഒരു അപ്രോച്ച് റോഡിൻ്റെ പലപ്പോഴും ഈ ആളുകൾ പറയേണ്ടത് നമ്മുടെ ഘടന ഇങ്ങനെയാണ്, ആ പല സ്ഥലങ്ങൾക്ക് ഘടന, അങ്ങനെ സ്ഥലങ്ങളുടെ ഘടനയൊന്നും വെച്ചില്ല. പില്ലർ നന്നായിട്ട് താത്തിക്കഴിഞ്ഞാൽ ഒരു ഘടനയും ബാധിക്കില്ല. അതുകൂടാതെ അണ്ടർപാസിന് കുറച്ചും കൂടെ സൗകര്യം ഉണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ പക്ഷം. നിങ്ങൾക്ക് കമൻസിലൂടെ നിങ്ങളുടെ പക്ഷം ഒന്ന് പറയാം. ഒരുപാട് അറിവുള്ളവരും ഇതിനെക്കുറിച്ചുള്ളവരുമൊക്കെ ഇതിനകത്തുണ്ട് എന്നറിയാം, കാണുന്നവരിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്ന് പറയാം. ഇത് നമ്മളൊരു വാദപ്രതിവാദ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ കണ്ട് നമ്മളുടെ അറിവുകളിലൂടെ നമ്മൾ പറയുമ്പോൾ നിങ്ങളുടെ അറിവുകൾ നമ്മൾ സ്വീകരിക്കുകയും അങ്ങനെ പോവുകയാണ്. ഇവിടെ നമുക്ക് 6 വരിയിലെ 3 വരിയുടെ പണികൾ അത്യാവശ്യം കഴിഞ്ഞത് കുറേ നാളുകളായി കഴിഞ്ഞതാണ്. അതിലൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അടുത്ത പോയിന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചേരാനെല്ലൂരിൽ ആ ഒരു സൈഡിലേക്കുള്ളതാണ്. അതായത് നേരെ നമ്മൾ ആസ്റ്റർ സൈഡിലേക്കൊക്കെ ഉള്ള റോഡിലേക്കാണ്. ഇവിടെയും പിന്നെയും പഴയ റോഡിലേക്ക് കടക്കേണ്ടി വരുന്നു. ഇവിടെ സർവീസ് റോഡുകളുടെ പണികൾ നല്ല ലെവലിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പഴയ റോഡിൽ കൂടെ തന്നെയാണ് പോകുന്നത്. എവിടെയൊക്കെയാണോ 3 വരി കംപ്ലീറ്റ് ആകുന്നത്, അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 3 വരി കംപ്ലീറ്റ് ആയിട്ട് റൈറ്റ് സൈഡിലും തീർന്നുണ്ട്. പക്ഷേ ലെഫ്റ്റ് സൈഡിലെ 3 വരി അങ്ങനെ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടില്ല. റൈറ്റ് സൈഡിലൂടെ തന്നെ പോകുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വാഹനവും ഇതിലൂടെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ജോയിൻറ്റ് അല്ലെങ്കിൽ എവിടെയെങ്കിലും കണക്ഷൻ വരുമ്പോഴത്തേക്ക് 2 സൈഡും തുറന്നു കൊടുക്കുമെന്നുള്ളതാണ്. പ്രധാനമായി വില്ലനായി നിൽക്കുന്നത് ഈ ഒരു ഏരിയയിലെല്ലാം തന്നെ ഈ അണ്ടർ പാസേജിൻ്റെ മുകളിലേക്കുള്ള അല്ലെങ്കിൽ പാലത്തിൻ്റെ മുകളിലേക്ക് കയറാനുള്ള അപ്രോച്ച് റോഡുകളുടെ പണി തന്നെയാണ്. അത് നാളുകളേറെയായി തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരുപക്ഷെ അതൊന്ന്
തീർത്തിരുന്നുവെങ്കിൽ അത് വളരെ വേഗത്തിൽ ബാക്കിയുള്ള സ്ഥലങ്ങളെ പോലെ തന്നെ കൊച്ചിയിലും അല്ലെങ്കിൽ ഈ ഒരു റീച്ചിലും വലിയ രീതിയിൽ ജനങ്ങൾക്ക് ഗുണമായേനെ. ഇപ്പോൾ നമ്മൾ വീണ്ടും ഒരു ടേൺ എടുത്ത് അല്ലെങ്കിൽ സൈഡിലേക്ക് തിരിഞ്ഞ് നേരെ സർവീസ് റോഡിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഈ സർവീസ് റോഡൊക്കെ ഏകദേശം 6-7 മാസമായിട്ട് പണികൾ തീർന്നതാണ്. ഇവിടെ കാനയുടെ വർക്കുകൾ പോലും കഴിഞ്ഞതായിട്ടാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ബാക്കി ഇടയ്ക്കിടയ്ക്കൊക്കെ കാനകളുടെ വർക്കുകൾ കണ്ടിന്യൂ ചെയ്യാനും കാര്യങ്ങളുണ്ട്. ഇവിടെ കുറച്ചും കൂടെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ അപ്രോച്ച് റോഡിലേക്കുള്ള അവിടെ മണ്ണ് ഇട്ടുയർത്തുന്നത് നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ കഴിയുന്നു. ഇതും കുറേ നാളുകളായിട്ട് ഇങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ കുറച്ചും കൂടെ ബാക്കിയുള്ളതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ഡെവലപ്മെൻറ്റ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വലിയ ജംഗ്ഷൻ എന്ന് തന്നെ പറയാം. ഇവിടുന്ന് നമ്മൾ പറഞ്ഞ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ആസ്റ്റർ മെഡിസിറ്റിയിലേക്കും റൈറ്റിലേക്ക് പോകുമ്പോൾ കളമശ്ശേരിയിലേക്കും നമുക്ക് പോകാൻ കഴിയുന്നത് ചേരാനെല്ലൂരാണ്. ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു വലിയ ഒരു സർക്കിൾ പോലെ വരണമായിരുന്നു. കാരണം ഈ ഹൈവേയിൽ നിന്ന് നേരെ ആസ്റ്ററിലേക്ക് പോകാനും ഒക്കെയുള്ള ഒരു കാര്യവും ഒക്കെ ആയിട്ട്. പക്ഷേ അതിൻ്റെയും ഇനിയിപ്പം താഴേക്ക് ഇറങ്ങിയിട്ട് തന്നെയാണ് പോകുമ്പോൾ അവിടെ ഒരു എക്സിറ്റ് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാവുകയാണ്. കാരണം പ്രധാനപ്പെട്ട ഹോസ്പിറ്റലാണ്. എറണാകുളത്തേക്ക് പോകാനുമുള്ള മറ്റൊരു വഴിയാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ വരാപ്പുഴ ഭാഗത്തേക്ക് പോവുകയാണ്. വരാപ്പുഴ ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടുത്തെ പണികളൊക്കെ റോഡിൻ്റെ ഇരുവശത്തും കാണാൻ കഴിയുന്നുണ്ട്. അതായത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു അതേ രീതിയിലൊക്കെ തന്നെയാണ് നമുക്ക് സർവീസ് റോഡുകളെല്ലാം കഴിഞ്ഞായി കാണാനുണ്ട്. 3 വരിയുടെ ഒരു സൈഡിലെ പണികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. 3 വരിയുടെ അല്ലെങ്കിൽ പഴയ റോഡിൽ കൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ വീഡിയോസിൽ പറയുന്ന പോലെ ഇവിടെ പില്ലറിലൂടെ തന്നെ ഈ ഒരു താഴേക്ക് ഇറങ്ങുന്ന കാര്യങ്ങളാണ് നമുക്ക് അനുയോജ്യമെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. കാരണം മണ്ണിട്ടുയർത്തുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമ്മൾ പല ദിവസങ്ങളിലും കാണാറുണ്ട്. സോഷ്യൽ മീഡിയ മാത്രമല്ല പത്രങ്ങളിലുമൊക്കെ. എന്തായാലും നമ്മുടെ വരാപ്പുഴ പാലത്തിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ഇറക്കം പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഇവിടെയൊക്കെ മണ്ണിട്ടുയർത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും ഇവിടെ നിന്ന് നമ്മൾ കാണുന്നത് വരാപ്പുഴയിലേക്കുള്ള പുതിയ പാലത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. പഴയ പാലം അപ്പുറത്തെ സൈഡിലുണ്ട്. അത് മാറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ പുതിയ പാലം അവിടെയും വരും. ഇവിടെ ഇതൊരു 3 വരി അതിഗംഭീരമായിട്ടുള്ള ഒരു പാത. പ്രത്യേകിച്ച് വർക്കുകളെല്ലാം തന്നെ കഴിഞ്ഞു. ഇനിയും ലൈൻ മാർക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്കിവിടെ പെൻഡിങ് ആയിട്ടുള്ളത്. ഇവിടെ കിലോമീറ്ററൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 60 കിലോമീറ്ററിലേ പോകാമുള്ളൂ സ്പീഡ്. 2 സൈഡിലേക്കും വാഹനങ്ങൾ പോകുന്നത് ഇതേ ഇതിൽ കൂടെ തന്നെയാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം നമ്മളൊരു വാഹനത്തിൽ പോകുമ്പോൾ പഴയ റോഡ് താഴെയാണ്. അതുകൊണ്ട് അത് കാണാൻ കഴിയുന്നില്ല. എന്തായാലും ഇനി മറ്റൊരു വീഡിയോയിൽ വരുമ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയി നോക്കാം. എന്തായാലും ഇവിടെ നല്ല ഗംഭീരമായിട്ട് തന്നെയാണ് റോഡ് ചെയ്തിരിക്കുന്നത്. മനോഹരമായിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഈ റോഡ് നമുക്ക് അതായത് എറണാകുളം മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള ഏകദേശം ദൂരം 26 കിലോമീറ്ററാണ് ഇതിനകത്തുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ കൊച്ചിയെ വളരെ അടുപ്പിച്ചേക്കുന്നത് അങ്ങനെ മുന്നോട്ട് പോകുന്ന രീതിയിൽ അടുപ്പിച്ചേക്കുന്ന ഒരു പാലമാണ് ഈ വരാപ്പുഴ പാലം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പഴയ പാലത്തിലൂടെ തന്നെ ആയിരുന്നു അങ്ങനെ. ഇപ്പോൾ പുതിയ പാലവും കൂടെ വരുമ്പോഴത്തേക്ക് ഗംഭീരമാകുന്നു. 6 വരിയിലുള്ള പാലം ഒരുങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചില സ്ഥലങ്ങളിലെ പോലെ പഴയ പാലം നിർത്തില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ 5 വരിയായി മാറുമെന്നുള്ളതാണ്. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു പാലമാണിത്. ഇവിടെ ഇപ്പോൾ നമുക്ക് മോർണിംഗ് ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കാണാൻ കഴിയുന്നത്. വലിയ തിരക്കില്ലാത്തത് അല്ലെങ്കിൽ നല്ല തിരക്കുള്ള ഒരു ഏരിയ തന്നെയാണ്. ഇവിടെ നിന്ന് നമുക്കറിയാം പഴയ കാലത്ത് NH47 എന്നായിരുന്നു ഈ ഒരു നമ്മുടെ NH47 ആയിരുന്നു. ഇപ്പോൾ അത് മാറുന്നു. ഇവിടെ NH66 എത്തുമ്പോൾ കേരളത്തിൻ്റെ വികസനം അതിഗംഭീരമായി വരുന്നു. ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം കടമക്കുടി ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡാണ്. അവിടെ വലിയ രീതിയിലുള്ള ഒരു തിരക്കും കാര്യങ്ങളുമൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് എല്ലാം ഇവിടെ സോൾവ് ആകുമെന്നുള്ളതാണ്. ഇവിടെ സർവീസ് റോഡിൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ ആ പാലം കഴിയുമ്പോൾ നമുക്ക് പിന്നെയും ഒരു ചേഞ്ച് വരുന്നു. അതായത് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്താനുണ്ട് ആ ഒരു ഏരിയ. അപ്പോൾ പിന്നെയും നമ്മൾ റൈറ്റിലേക്ക് പിടിച്ച് പഴയ റോഡിലൂടെ തന്നെ കയറി മുന്നോട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ ആക്സിഡൻറ്റിനൊക്കെ വലിയ ചാൻസുകളാണ്. കാരണം സ്ഥിരം വരുന്നവർക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. പക്ഷേ ചിലർ സിംഗിൾ റോഡാണെന്ന് വെച്ച് പറപ്പിച്ചിങ് വരും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ഒരു വലിയ ബ്രിഡ്ജ് ഇവിടെ ഉണ്ട്. ഈ ഒരു ബ്രിഡ്ജും അവിടെയും മണ്ണിട്ട് ഉയർത്തുന്ന പണികളാണ്. അതും കൂടെ തീർന്നാൽ ഗംഭീരമായിട്ട് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് പോകാനുള്ള ആ ഒരു കാര്യങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ്. ഇവിടെ ഒരു വലിയ ബ്രിഡ്ജ് തന്നെയാണ്. ഏകദേശം ഒരു വലിയ സെറ്റപ്പിൽ തന്നെയാണ് ഇത് വന്നേക്കുന്നത്. ഇവിടുന്ന് ഒരു ഡീവിയേഷൻ എടുത്ത് വീണ്ടും
നമ്മൾ മുന്നോട്ട് പഴയ റോഡിൽ കൂടെ തന്നെ പോവുകയാണ്. ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വീണ്ടും ഒരു അണ്ടർ പാസേജാണ് വരുന്നത്. അണ്ടർ പാസേജ് അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നു. യാതൊരു പണികളും നടന്നിട്ടില്ല. നാളുകൾക്ക് മുമ്പ് എങ്ങനെയാണോ അവിടെ വലിയ രീതിയിൽ മണ്ണിട്ടുയർത്തുന്നു. ഇവിടെയാണ് നമ്മൾ എടുത്തു പറയുന്നത്, ഇതൊക്കെ പില്ലറിലാണ് വന്നിരുന്നെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആ വർക്കുകൾ കഴിഞ്ഞാലും കോസ്റ്റ് കൂടുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. പക്ഷേ പല സ്ഥലങ്ങളിലും കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന മണ്ണിടിഞ്ഞു പോകുന്നു, പിന്നീട് അത് റീവർക്ക് ചെയ്യേണ്ടി വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ പടിയുടെ അടുത്തേക്ക് എത്തുമ്പോഴും നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പണികൾ ഒന്നും തന്നെ ആയിട്ടില്ല. പക്ഷേ സർവീസ് റോഡും കാര്യങ്ങളുമൊക്കെ ഇവിടെ നല്ല ലെവലിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെയും നമുക്ക് പണികൾ പുരോഗമിക്കേണ്ടി ഇരിക്കുന്നു. മണ്ണിട്ടുയർത്തുന്ന ആ ഒരു പരിപാടികൾ തന്നെയാണ്. ഏകദേശം ഒരു 3-4 മാസങ്ങൾക്കുള്ളിൽ നമുക്ക് ഇവിടുത്തെ വർക്കുകൾ പൂർത്തിയാകുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. ഈ വർഷം ഡിസംബറിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു റോഡ് എല്ലാം തന്നെ നല്ല ഗംഭീരമാകുമെന്നുള്ളത്. എടുത്തു പറയാനുള്ളത്, എറണാകുളം തൊട്ട് കൊടുങ്ങല്ലൂർ വരെയുള്ള ഭാഗത്താണ് വർക്കുകൾക്ക് പുരോഗമനം കുറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മൾ നേരെ വീണ്ടും 6 വരിയിലേക്ക് കയറുകയാണ്. അതിലെ 3 വരി ഇവിടെ 2 സൈഡിലൂടെയും വാഹനങ്ങൾ, അതായത് 6 വരിയുടെ പണികളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ലൈൻ മാർക്കിങ്, അതേപോലെ ലൈറ്റ്, അതൊക്കെയാണ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നത്. അതായത് സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നമുക്ക് പെൻഡിങ് ആയിട്ട് ഉള്ളത്. അതായത് ഇങ്ങനെ ഒരു റോഡ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ടോളും കാര്യങ്ങളുമൊക്കെ വരും. പക്ഷേ നമ്മളുടെ സമയം വലിയ രീതിയിൽ കുറയും എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയാനുള്ളത്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് തൃശ്ശൂർ വരെയൊക്കെ വരാൻ വളരെ ചെറിയ സമയം മതി, ബ്ലോക്കുകളില്ല. ഇവിടെ എറണാകുളം സൈഡിലേക്കുള്ളത് തന്നെയാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഇപ്പോഴും നിൽക്കുന്നത്. അത് ഓരോ ഘടനയും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുമൊക്കെ വെച്ചിട്ടാണ്, പിന്നെ ഓരോ കമ്പനിയും അങ്ങനെയൊക്കെ ഉള്ളത് വെച്ചിട്ടായിരിക്കാം അതിനുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മെറ്റീരിയൽസിൻ്റെ ലഭ്യത കുറവ്, അതെല്ലാം. ഒരുപക്ഷെ ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു വീഡിയോയിൽ ഏറ്റവും കുറഞ്ഞ വർക്കുകൾ നടക്കുന്ന അല്ലെങ്കിൽ നടന്നിട്ടുള്ള ഏരിയയാണ് നമ്മൾ നേരെ വീണ്ടും പഴയ റോഡിലൂടെ, അതായത് സർവീസ് റോഡെന്ന് തന്നെ വിളിക്കാം, അതും മെനയ്ക്ക് ആയിട്ടില്ല എന്ന് തന്നെ പറയാം. ഇവിടെ നമുക്ക് മെയിനായിട്ടുള്ള ഹൈവേയിൽ ഒരു പണിയും നടന്നിട്ടില്ല. നേരെ കൂനമ്മാവ് ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. കൂനമ്മാവ് ചെല്ലുമ്പോൾ അവിടെ 1-2 അണ്ടർ പാസിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഒരു 2 മാസം അല്ലെങ്കിൽ 1.5 മാസം മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോയിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ നിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ്. യാതൊരു മാറ്റങ്ങളും വന്നിട്ടില്ല. കൂടി വന്നാൽ കുറച്ച് ലോഡ് മണ്ണുകൾ അടിച്ചിട്ടുണ്ടാകും. അത് നമുക്ക് കാഴ്ചയിൽ അത്ര സ്പഷ്ടമല്ല എന്നുള്ളത് തന്നെ പറയാം. ഇവിടെ കുറേ നാളുകളായിട്ട് തന്നെ ഈ മണ്ണിട്ടുയർത്തുന്ന അതിൻ്റെ വോളുകളെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും ഒരു ഡീവിയേഷൻ എടുത്ത് പഴയ റോഡിലൂടെ കുനമ്മാവ് ഭാഗത്ത് നിന്ന് സ്കൂളിൻ്റെ ഭാഗത്തേക്ക് പോയി അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് വീണ്ടും NH എത്തണം. ഒരുപക്ഷെ ഈ ഒരു ഏരിയ കവർ ചെയ്തിരുന്നുവെങ്കിൽ അവിടെയോട്ടുള്ള ആ ഒരു യാത്ര ഒഴിവാക്കാനും വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും കഴിയും. പക്ഷേ ഈ ഏരിയയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ ഏറ്റവും മുന്നേ ചെയ്യേണ്ടത്. കാരണം ഇതൊരു നമുക്ക് മറ്റൊരു റോഡിലേക്ക് കയറി, പഴയ റോഡിലൂടെ കയറി പോകുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ നമ്മൾ വർഷങ്ങളായിട്ട് ഇതിലേക്കാണ്, അല്ലെങ്കിൽ ഗുരുവായൂർ റൂട്ടിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ബസ്സുകളൊക്കെ പറന്ന് കളിക്കുന്ന റോഡായിരുന്നു ഈ ചെറിയ റോഡ് എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്ര നമ്മൾ ആ പോകുന്ന വഴിയിലൂടെ തന്നെ, അതായത് സ്കൂളിൻ്റെ ഫ്രണ്ടിലൂടെ തന്നെ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഡ്രോണും കാര്യങ്ങളും ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് നേരെയുള്ള ആ ഒരു കാഴ്ച കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ പഴയ റോഡിലൂടെ തന്നെ യാത്ര പോകുന്നു. നമ്മുടെ മുഖ്യമന്ത്രിയുടെ സ്ഥലമാണ്, അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സും കാര്യങ്ങളുമൊക്കെ നേരത്തെ നമുക്കിവിടെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഏരിയയിലൂടെ തന്നെ നമ്മൾ പോകുന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെയാണ്, വീണ്ടും പറയുന്നു, വലിയ തിരക്ക് അനുഭവപ്പെടാൻ. എന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബ്ലോക്കും കാര്യങ്ങളുമൊക്കെ പല സ്ഥലങ്ങളിലും നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പറവൂർ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ. ഇവിടെ നിന്ന് നമ്മൾ നേരെ NH കയറാൻ പോവുകയാണ്. അങ്ങനെ ചെറിയ ദൂരമേ ഉള്ളെങ്കിൽ പോലും കാവിൽനടയിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് നേരെ വീണ്ടും NH തന്നെ കയറിയാണ്. NH-66 ഇവിടെയൊക്കെയുള്ള ഗംഭീര വർക്ക് തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. അതായത് കണ്ണാടി പോലത്തെ റോഡിലൂടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്ര. മുകളിൽ ആകാശം ഇരുണ്ട് നിൽക്കുകയും കൂടെ ചെയ്യുമ്പോൾ മറ്റൊരു ഫീലാണ്. അതും പ്രഭാതത്തിൽ ആ ഒരു യാത്രയിൽ വളരെ രസകരമായിട്ട് തന്നെ നമുക്ക് പറയാം. നല്ല മഴക്കാലമാണ് ഇപ്പോൾ, മഴ മാറി നിൽക്കുന്നു.
ഇവിടെയും നമുക്ക് ലൈൻ മാർക്കിംഗ് പോലെയുള്ള കാര്യങ്ങൾ പെൻഡിങ് കിടക്കുന്നുണ്ട്. ഒരുപാട് പണികളുണ്ട്, പക്ഷേ യാത്ര സജ്ജമായിരിക്കുന്നു ഈ റോഡുകൾ എന്ന് തന്നെ പറയാം. ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അപ്പുറത്തൂടെ വരാമെങ്കിലും ചിലരൊക്കെ ഈ ഒരു 3 വരിയിലൂടെ തന്നെ വരും. അത് വളരെയധികം കെയർ ചെയ്ത് പോരണം. പലപ്പോഴും പല ഡീവിയേഷൻസ് ഇടയ്ക്കിടയ്ക്ക് വരും. അതായത് അവിടെ എന്തെങ്കിലും ചെറിയ വർക്ക് നടക്കുമ്പോൾ അടുത്ത പാതയിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റി വിടുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ വലിയ സ്പീഡിലൊന്നും പോകാതെ സൂക്ഷിച്ച് പോകണം എന്നുള്ളതാണ് ഒരു അഭ്യർത്ഥന. അത് വീണ്ടും നമ്മുടെ ആ ഒരു ഇത് കഴിയുന്നു. പിന്നെയും ഒരു ഡീവിയേഷൻ എടുത്ത് നമ്മൾ പഴയ റോഡിലേക്ക് കയറുകയാണ്. ഇനിയും പറവൂർ ഭാഗത്തേക്കുള്ള യാത്ര. ഒരുപക്ഷെ ഈ ഒരു യാത്രയിൽ ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്നതും നമുക്ക് ബ്ലോക്കുകൾ വരുന്നതും ആയിട്ടുള്ള ഒരു ഏരിയയാണ്. നമുക്ക് നേരെ പറവൂരിലേക്ക് ടച്ച് ചെയ്യാൻ ഈ ഒരു പഴയ വഴി തന്നെ ഉള്ളൂ എന്നുള്ളതാണ്. അതായത് പുതിയ റോഡിൻ്റെ വർക്കുകൾ ഈ ഒരു ഏരിയയിൽ കഴിഞ്ഞിട്ടില്ല. പലയിടത്തും നമുക്ക് പാലങ്ങളും അതേപോലെ തന്നെ അണ്ടർ പാസേജുമൊക്കെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ എങ്ങും കണക്ഷൻ ആയിട്ടില്ല എന്നുള്ളതാണ്. ഇതിവിടെ ഒരു ലോങ് വീഡിയോ ആണ്. അവിടെ ഞാൻ ഒരുപാട് കട്ട് ചെയ്താണ് കാണിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ലോറി ഫ്രണ്ടിൽ പോവുകയാണ്. അപ്പോൾ അത് കവർ ചെയ്ത് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. വേറൊന്നുമല്ല, അപ്പുറത്താകെ ഉള്ള വീതി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വരുന്നതും വളരെ ഫാസ്റ്റായിട്ടും കാര്യങ്ങളുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോക്ക് നമുക്ക് ശരിക്കും കാണാനുണ്ട്. മോർണിംഗ് ആണ്. ഇവിടെ നമുക്ക് ഒരു അണ്ടർപാസ് കാണാം. അപ്പോൾ അതായത് ഏകദേശം ഒരു 3-4 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു വഴിയിലൂടെ വരാതെ നേരെ പോവുകയാണെങ്കിൽ നമുക്ക് മാക്സിമം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 1/4-3 മണിക്കൂറിന് മുകളിലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു സ്ഥലത്ത് നിന്ന് മൂത്തകുന്നം വരെ എത്താൻ വരെ എടുക്കുന്ന ഒരു സമയമെന്ന് തന്നെ പറയാം. ഇവിടെ വീണ്ടും നമ്മൾ പ്രധാന റോഡിലേക്ക് എത്തുന്നു. അവിടേക്ക് മഴ ചാറി തുടങ്ങുകയാണ്. ഇവിടെയും നമുക്ക് അതിൻ്റെ മണ്ണിട്ട് ഉയർത്തുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇത് കഴിയുന്നതോടുകൂടി തന്നെ അടുത്ത് പഴയ റോഡിലേക്ക് നമുക്ക് വീണ്ടും കയറേണ്ടി വരുന്ന ഒരു കാഴ്ച കാണാം. ഇവിടെ സർവീസ് റോഡ് നല്ലതായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ണിട്ട് ഉയർത്തുന്നതിൻ്റെ പരിപാടികൾ ഒരു 60-70% വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാഴ്ചയിൽ മനസ്സിലാവുന്നത്. വീണ്ടും നമ്മൾ ആ ഒരു 6 വരി പാതയിലേക്കൊന്ന് കയറുകയാണ്. ചെറിയ ദൂരം മാത്രമാണ് നമുക്കിതിൽ കവർ ചെയ്ത് കിട്ടുള്ളൂ. വീണ്ടും നമുക്ക് ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് അല്ലെങ്കിൽ NH 66 നിന്ന് ഇറങ്ങി പഴയ നമ്മളുടെ വഴിയിലേക്ക് തന്നെ പോകേണ്ടി വരും. ഇവിടെ ബദൽ മാർഗ്ഗങ്ങളൊന്നും ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ കാത്തിരിപ്പ് 3-4 വർഷമായി അല്ലെങ്കിൽ അത്രത്തോളമായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ഇനിയും ഏതാനും മാസങ്ങൾ കൂടെ കാത്തിരുന്നാൽ ഇവിടെയും യാത്ര സുഗമമാകും. ഒരു പക്ഷേ ഈ ഒരു യാത്ര പോയി വന്നു കഴിഞ്ഞപ്പോഴും നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം ഇതാണ്. ഗുരുവായൂരിൽ നിന്ന് തിരിച്ച് എറണാകുളം വരെ എത്തുമ്പോൾ അതിനകത്തിൽ ഏറെയും സമയം കൂടുതലെടുത്ത ഒരു ഏരിയ ഇത് തന്നെ. അങ്ങോട്ട് പോയപ്പോഴും അത് തന്നെയാണ്. ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ കൂടുതൽ, അതായത് ഗുരുവായൂർ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കുറേയും കൂടെ റോഡ് നമുക്ക് ക്ലിയറാണ്. അതുമാത്രമല്ല NH 66 തന്നെ യാത്ര ചെയ്യാൻ പറ്റും. ചില സ്ഥലങ്ങളിലൊക്കെ ബാരിക്കേഡ് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. ചിലരൊക്കെ അതിൽ കയറി പോകുന്നു. ഒരു പക്ഷേ നമ്മളവിടെ കയറി ചെല്ലുമ്പോൾ എൻ്റെ ആണെങ്കിൽ നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ അപ്പോൾ തന്നെ സർവീസ് റോഡിലേക്ക് ഇറങ്ങി ആരോ വെച്ചിട്ടുള്ള ആ റോഡിലൂടെ തന്നെ പോവുകയാണ്. ചിലരൊക്കെ കയറി പോകാം എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ വീണ്ടും അങ്ങനെ മൂത്തുകുന്നത്തേക്ക് ലക്ഷ്യം വെച്ച് പോവുകയാണ്. റോഡിൻ്റെ ഇപ്പോൾ മഴയും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എത്രത്തോളം ദുഷ്കരമാണ്. അപ്പോൾ ഈ ഒരു റോഡൊക്കെ വരുന്നതിന് മുമ്പ് ഇതിൻ്റെ അപ്പുറം ഭീകരമായിരുന്നു. കഴിഞ്ഞ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കാണാൻ കഴിയുന്നതും വലിയ രീതിയിലുള്ള കട്ടറും കാര്യങ്ങളുമാണ്. എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമുക്ക് നല്ല റോഡുകൾ തന്നെയാണ് കിട്ടിയിരുന്നത് എന്നുള്ളത് നമുക്ക് ആശ്വാസം ഉള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെയും റോഡ് നല്ല ഇതായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷേ നമ്മൾ ഏകദേശം ഒരു 4-5 മിനിറ്റ് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാം ആ ലോറിയുടെ പുറകെ പോകേണ്ട ഒരവസ്ഥ തന്നെയാണ്. മഴയാണ്. നമുക്ക് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ തൊട്ട് നമ്മൾ ചെയ്യാൻ നിൽക്കുമ്പോഴായിരിക്കാം വണ്ടികൾ വരുന്നത്. അതും ലോങ് റൂട്ട് ബസ്സും അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കാണാം എത്ര വലിയ വാഹനങ്ങളാണ് വരുന്നത് എന്നുള്ളത്. 6-7 മണി സമയമാണ്. അപ്പോൾ അല്ലാത്ത സമയങ്ങളിൽ എങ്ങനെയാണ് എന്നുള്ളത് ഈ ഏരിയയിലുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഇവിടെ നല്ല മഴയാണ്. നമുക്കിപ്പം ഗ്ലാസ്സിൽ നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, അത്യാവശ്യം നല്ല മഴയാണ്. നമുക്ക് നേരെ പറവൂരിലേക്കാണ് നമ്മൾ എത്തുന്നത്. പറവൂർ ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. റൈറ്റ് സൈഡിലേക്ക് പോയാൽ കോടതി, നേരെ പോവുകയാണ് നമ്മൾ നേരെ മൂത്തുകുന്നം ഭാഗത്തേക്ക്. ഈ 6 വരിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു പറവൂർ ടൗണിലേക്കൊന്നും കയറേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ഏറ്റവും എളുപ്പ വഴി, കോഴിക്കോട് നിന്ന് എറണാകുളത്തെ കണക്ട് ചെയ്യുന്ന ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് പഴയ ഈ ഒരു വഴി. 6 വരി വരുന്നതോടെ ഇതിൻ്റെ പ്രതാപങ്ങളും കാര്യങ്ങളുമൊക്കെ മാറുന്നതാണ്. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ നേരെ മൂത്തുകുന്നം ഭാഗത്തേക്കുള്ള ഒരു യാത്രയുടെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും
പലപ്പോഴും ഇവിടെ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. പ്രത്യേകിച്ച് നൈറ്റിലോ അല്ലെങ്കിൽ ഏർലി മോർണിംഗിലൊക്കെയാണ് വരുന്നതെങ്കിൽ എവിടെ തിരിയണം എന്നുള്ളത് നമുക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷനാണ്. എന്തായാലും നമ്മുടെ മുമ്പിലൊരു ട്രാൻസ്പോർട്ട് വണ്ടിയുണ്ട്. അപ്പോൾ നമ്മളിത് ഇതാണ് കണ്ട, ഇതാണ് നേരെ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡ്. അങ്ങനെ നമ്മൾ വീണ്ടും പഴയ റോഡിലൂടെ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ കുറച്ച് ഏരിയയൊക്കെ കട്ട് ചെയ്തിട്ടാണ് വീഡിയോ കാണിക്കുന്നത്. ഇടുങ്ങിയ റോഡാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിലെ യാത്ര ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളെല്ലാം അടുത്ത 6-7 മാസത്തിനുള്ളിൽ നമ്മൾ കവർ ചെയ്യും. വീണ്ടും നമ്മൾ പ്രധാന റോഡിലേക്ക് NH66 കയറുകയാണ്. ഈ 26 കിലോമീറ്റർ ചെയ്യുന്നത് ഓറിയൻ്റൽ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഇവിടെയും നമുക്ക് മണ്ണിട്ട് ഉയർത്തുന്ന ആ ഒരു പരിപാടികൾ ഇവിടെ നമുക്ക് സർവീസ് റോഡ് നല്ല മികച്ച രീതിയിൽ ചെയ്തിരിക്കുന്ന കാണാൻ കഴിയുന്നു. അതിൻ്റെ സൈഡിലുള്ള വർക്കുകൾ, കാനയുടെ വർക്കുകളെല്ലാം, ഡ്രെയിനേജിൻ്റെ വർക്കുകളെല്ലാം തന്നെ പൂർത്തിയായി ഇത് കാണാൻ കഴിയുന്നുണ്ട്. അറിവാളൊക്കെ ഇവിടെ നമുക്ക് കാണാം. അങ്ങനെ മണ്ണിട്ടുയർത്തുന്ന പരിപാടി എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഈ ഒരു മണ്ണിട്ടുയർത്തുന്ന പരിപാടിയോട് എനിക്ക് വലിയ മമതയൊന്നുമില്ല. വേറെ ഒന്നുമല്ല, ഇതെല്ലാം പില്ലറിൽ പോയിരുന്നെങ്കിൽ ഒന്ന് നമുക്ക് ഈ മണ്ണിൻ്റെ ഇഷ്യൂസ്, ഒരുപാട് സ്ഥലങ്ങളിൽ മണ്ണിൻ്റെ ഇഷ്യൂസ് വെച്ചിട്ടാണ് പ്രശ്നങ്ങളുണ്ടായിരുന്നത്. മണ്ണ് കിട്ടാനില്ല, അങ്ങനെ കുറേ ഡിലേ വന്നു. പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിലും കേൾക്കുന്നത് മണ്ണ് ഇടിഞ്ഞു പോകുന്നു, ഇടിഞ്ഞ് താഴുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പൈൽ ചെയ്ത് നല്ല കോൺക്രീറ്റിംഗ് പില്ലറായിട്ട് വന്നാൽ എങ്ങും ഇടിഞ്ഞും താഴാനൊന്നും പോകുന്നില്ല എന്നുള്ളത്. കോസ്റ്റ് കൂടുതലാണ്, പക്ഷേ ഡിലേയും കാര്യങ്ങളും എല്ലാം തന്നെ മാറും. എത്ര കോസ്റ്റ് വന്നാലും ജനങ്ങൾ തന്നെ കൊടുക്കുന്ന കോസ്റ്റാണ് ഇതെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അതായത് നമ്മളെ ടോള് വെച്ചിട്ടും ഒക്കെ തന്നെയാണ് നമ്മൾ കാലങ്ങളോളം, ഇനി നമ്മുടെ ലൈഫ് ലോങ് നമ്മളിത് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഒരു അണ്ടർ പാസേജ് നമുക്ക് കാണാൻ കഴിയുന്നു. സർവീസ് റോഡിലൂടെ നമ്മൾ വീണ്ടും പോകുന്നു. വീണ്ടും നമ്മൾ അതാ അങ്ങനെ വീണ്ടും ഒരു അണ്ടർ പാസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ഉയരം ഒക്കെ കുറവാണ്. അപ്പം ഒരുപക്ഷെ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് പോകുന്നതുകൊണ്ടായിരിക്കാം അതിൻ്റെ ഉയരം അങ്ങനെ തോന്നുന്നത്. നമ്മളങ്ങനെ മൂത്തകുന്നം ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. പ്രധാനമായിട്ടുള്ളൊരു ജംഗ്ഷനാണ്. സ്കൂള് കോളേജുകളൊക്കെ ഉള്ള ഒരു വലിയ ജംഗ്ഷനാണ്. വലിയ രീതിയിലുള്ള ട്രാഫിക്കുള്ള ആ ഒരു ജംഗ്ഷനാണ്. ഇപ്പം തന്നെ നമുക്ക് മോർണിംഗിൽ തന്നെ അതിൻ്റെ ട്രാഫിക്കും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ഒരു അനുഭവപ്പെട്ട് തുടങ്ങുന്നുണ്ട്. മാലിങ്കര കോളേജൊക്കെ ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നിടത്താണ് ഉള്ളത്. അപ്പം അവിടെ നിന്നും നമ്മൾ ആ പഴയ റോഡിൽ കൂടെ പോകുന്നു. ഇവിടെ അടുത്തതായിട്ട് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് പറവൂർ അല്ലെങ്കിൽ മൂത്തുകുന്നം പാലമാണ്. ആ ഒരു പാലത്തിൻ്റെ 6 വരിയാക്കുന്ന പരിപാടികൾ നല്ല ലെവലിൽ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്, അതായത് എറണാകുളത്ത് നിന്ന് ഗുരുവായൂർ അല്ലെങ്കിൽ മൂത്തുകുന്നത്ത് നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ പോകുന്നത് പഴയ പാലത്തെ കൂടെ തന്നെ ആണ് എന്നുള്ളതാണ്. മറ്റേ പാലത്തിൻ്റെ പണികളെല്ലാം നല്ല ലെവലിൽ എത്തിയിട്ടുണ്ട്, പക്ഷേ അതിൽ ഗതാഗതം അലോ ചെയ്തിട്ടില്ല, ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനും കഴിയുന്നത്. അതാണ് അതൊരു വലിയ പാലമാണ്, വലിയ ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന പാലമാണ്. നമ്മുടെ ഇടതുവശത്തേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ കഴിയും. എന്താണേലും അതൊരു ഗംഭീര വർക്ക് തന്നെയാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ തീർച്ചയായിട്ടും അത് ഓപ്പൺ ആകും. ടാറിങ്ങും കാര്യങ്ങളൊക്കെയാണ്, കോൺക്രീറ്റ് വർക്കുകളെല്ലാം തന്നെ തീർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. പിന്നെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളാണ് അതിനകത്തിലേക്ക് വരാനുള്ളത്. അതാണ് ഈ പാലത്തിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ ലെങ്ത്. പ്രധാനമായിട്ടും കൊച്ചിയെയും നമ്മുടെ കൊടുങ്ങല്ലൂരിനെയും കണക്റ്റ് ചെയ്യുന്ന ഒരു റോഡ് തന്നെ. അപ്പോൾ 6 വരി വരുമ്പോൾ ഇതിലെ ചീറിപ്പാഞ്ഞു പോകാം എന്നുള്ളത് തന്നെയാണ്. കൊടുങ്ങല്ലൂർ കഴിഞ്ഞാൽ നമുക്ക് എടുത്തു പറയാനുള്ളത് അവിടെയൊക്കെ നല്ല ഗംഭീരമായിട്ടുള്ള വർക്കുകൾ ആണ്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ഒരു റീച്ചിൻ്റെ പ്രത്യേകത കുറച്ച് താമസിച്ചായിരിക്കാം ഇത് തുടങ്ങിയേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് പല സ്ഥലങ്ങളിലും പല തടസ്സങ്ങളാണല്ലോ. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ മണ്ണ് കിട്ടാനില്ലായിരുന്നു അങ്ങനെയുള്ളത്. ഇവിടെ നമ്മൾ എറണാകുളം ഭാഗത്തൊന്നും മണ്ണിൻ്റെ പ്രശ്നങ്ങളും ലഭ്യത കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെയും ഈ പറഞ്ഞ പോലെ നമുക്ക് വോള് കെട്ടി ഇതാക്കുന്ന കാണാം. മണ്ണിട്ട് ഇനി അവിടെ ഉയരാനുണ്ട്. ഇവിടെ നല്ല ഗട്ടറാണ് ഈ ഒരു റോഡിൽ കൂടെ പോകുമ്പോൾ. ശരിക്കും ഈ നമ്മൾ ഗുരുവായൂർ വരെ അല്ലെങ്കിൽ തൃശ്ശൂർ വരെ പോകുമ്പോൾ ഈ റോഡ് സെലക്ട് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ ചെല്ലാമെങ്കിലും ഇങ്ങനെ ഈ പഴയ റോഡിനകത്തുള്ള പ്രശ്നങ്ങൾ നമുക്ക് കുഴികളും അതേപോലെ തന്നെ ട്രാഫിക്കും തന്നെയാണ്. കാരണം 6 വരി വരുമ്പോൾ നമ്മൾ ഇത്രയും നാൾ സഹിച്ച അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടിയിരുന്ന ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ തീരും എന്നുള്ളതാണ്. നമുക്ക് ഇപ്പുറത്ത് നമുക്ക് പാലത്തിൻ്റെ കാണാം, വർക്കുകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആയി തന്നെ നിൽക്കുന്നു. അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണികളാണ് പെൻഡിങ് നിൽക്കുന്നത്. വളരെ തിരക്ക്
തുടങ്ങുന്ന ഒരു സമയത്തിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നു. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം 6 വരി വരുമ്പോൾ 2 വീലറുകളും അതേപോലെ തന്നെ 3 വീലറുകളും പൂർണ്ണമായും ഈ പാതയിൽ നിന്ന് ഒഴിവാക്കുമെന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ആവശ്യമാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇത്രയും ഫാസ്റ്റായിട്ട് വരുമ്പോഴും പലപ്പോഴും ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസുകൾ ഏറെയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും പഴയ റോഡിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെയൊക്കെ പണികൾ ഒരു 50% മുകളിൽ കഴിഞ്ഞതായിട്ടും ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ വോളിൻ്റെയും അതേപോലെ തന്നെ മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞാൽ പൂർണ്ണമായും യാത്ര സജ്ജമാകുമെന്നാണ്. വീണ്ടും നമ്മൾ 3 വരിയിലേക്ക് കയറുകയാണ്. ഇവിടെ റോഡ് നമുക്ക് കാണാം, നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് ഉള്ള റോഡാണ്. ഈ റോഡിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് മൊത്തത്തിലുള്ള നമ്മുടെ അപ്പിയറൻസ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു ചേഞ്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഫാസ്റ്റായിട്ട് പോകാൻ കഴിയുന്നു. 2 സൈഡിലേക്കുള്ള വാഹനങ്ങളും ഈ ഒരു 3 വരിയിൽ കൂടിയാണ്. അപ്പുറത്തെ 3 വരി ഇതുവരെ ആയിട്ടില്ല. നമ്മുടെ മുമ്പിൽ ഒരു ട്രാൻസ്പോർട്ട് ബസ് അതങ്ങോട്ട് തിരിയുന്നതാണ്. വീണ്ടും നമ്മൾ 6 വരിയിൽ ഒരു ചേഞ്ച് എടുക്കുന്നു, നമ്മുടെ സൈഡിലേക്ക് തന്നെ കയറുന്നു. ഇനി അങ്ങോട്ട് നല്ല മനോഹരമായ റോഡ് തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ എന്താണേലും അതിനകത്തിലേക്കൊന്ന് കയറാം. ഇവിടുന്ന് നമുക്ക് കാണാൻ കഴിയുന്നു റോഡിൻ്റെ വർക്കുകൾ, അതായത് 6 വരിയും കഴിഞ്ഞതാണ്. എന്നിരുന്നാലും ഇവിടെ ലൈൻ മാർക്കിങ് നമുക്ക് എല്ലാം പൂർത്തിയായിരിക്കുന്നതാണ്. 3 വരിയും അങ്ങനെ ലൈൻ മാർക്കിങ് കഴിഞ്ഞു. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്, അതായത് പൂർണ്ണമായും കഴിഞ്ഞു. 6 വരിയും അങ്ങനെ പൂർണ്ണമായിട്ടുണ്ട്. എന്താണെങ്കിലും ഗംഭീരമായിട്ട് നമുക്ക് ഈ ഒരു റോഡിൽ കൂടെ പോകുമ്പോൾ എന്താ രസം എന്ന് നോക്കി. ഇവിടെ ഒരു എൻട്രി അല്ലെങ്കിൽ ഒരു എക്സിറ്റിൻ്റെ ലക്ഷണമാണ് ഈ ഒരു കാണിക്കുന്നത്. ഇവിടെ ട്രക്ക് പാർക്കിങ്, അതെ ഇതൊരു എക്സിറ്റ് തന്നെയാണ്. ഓക്കെ, ഒരു എക്സിറ്റിലേക്ക് പോകുന്നു. എക്സിറ്റാണോ എൻട്രി ആണോ നോക്കേണ്ടി വരും. എക്സിറ്റായിട്ട് തന്നെ, കാരണം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അവിടുന്ന് എൻട്രി പറ്റില്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെ എക്സിറ്റ് തന്നെയാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു റോഡ് കാണുമ്പോൾ അതിമനോഹരമായിട്ട് തന്നെ, അതെ ഇവിടെ മഴയൊക്കെ അങ്ങ് മാറി നല്ല ഗംഭീരമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്താ രസം അല്ലേ. ബോർഡുകളും കാര്യങ്ങളുമൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു 6 മാസം കഴിയുമ്പോൾ ഇതുവരെ വന്ന ആ ഒരു ബുദ്ധിമുട്ടി വന്ന ഏരിയകളെല്ലാം തന്നെ ഇതേപോലെ ആകും. മിനിറ്റുകൾക്കുള്ളിൽ മണിക്കൂറുകൾക്കുള്ളിൽ നമ്മൾ യാത്രകൾ അതിഗംഭീരമായി പെട്ടെന്നെത്തുന്ന രീതികളും വളരെ സൂക്ഷിച്ചു പോകേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ സ്പീഡ് ലിമിറ്റും കാര്യങ്ങളുമൊക്കെ വെക്കും. ആ റോഡ് തന്നെ കണ്ടു നോക്കില്ലേ, എന്താ രസം, അടിപൊളിയായിട്ട് തന്നെയാണ് പോകുന്നത്. നമ്മൾ കേരളത്തിലൂടെയാണോ യാത്ര ചെയ്യുന്നത് അതോ വേറെ ഏതെങ്കിലും നാട്ടിലൂടെയാണോ, അങ്ങനെ ഒരു ചിന്തയൊക്കെ നമുക്ക് വരും. എന്തായാലും കേരളം മറിയുകയാണ്, ഡെവലപ്മെൻറ്റിൻ്റെ പീക്കിലേക്ക് എത്തുന്നു. എന്തായാലും അതിഭയങ്കരം അതിഗംഭീരം മനോഹരം എന്നൊക്കെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നു. ഇവിടെ നമുക്ക് ലൈൻ ട്രാഫിക്കാണിനി, അതായത് നമ്മൾ വീതിയൊക്കെ നോക്കുമ്പോൾ ഇത്തിരി കുറവായിട്ട് തന്നെയാണ് തോന്നുന്നത്. 3 ട്രാക്ക് ഉണ്ടെങ്കിൽ പോലും ഇത് പോരാ ശരിക്കും. പക്ഷേ നമുക്ക് സ്ഥലങ്ങളുടെ പരിമിതി ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ, അല്ലെങ്കിൽ പിന്നെ കേരളം മുഴുവൻ റോഡായി പോകുന്ന ഒരു ലെവലിലേക്ക് വരും വീതിയൊക്കെ ഇനിയും കൂടിക്കഴിഞ്ഞാൽ. പക്ഷേ അത്യാവശ്യമാണ് ഇനിയൊക്കെ ഉള്ളത്. ഇവിടെ ഒരു സ്പീഡ് ബ്രേക്കർ വെച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇറങ്ങുന്നു. അങ്ങനെ സർവീസ് റോഡിലൂടെ പിന്നെ യാത്ര ചെയ്യുന്നു. അതായത് ഇവിടെ മണ്ണിട്ടുയർത്തുന്ന അടുത്ത ഒരു പാലത്തിൻ്റെ മണ്ണിട്ടുയർത്തുന്ന പരിപാടികളും ഒക്കെ അവിടെ നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെയൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ പരിപാടികളായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതെ ഈ ഒരു ഭാഗത്ത് നടത്താനുണ്ട്. എന്തായാലും ഒരു യാത്ര നല്ല രസകരമായിട്ട് തന്നെ നമ്മൾ പോകുന്നു. നെക്സ്റ്റ് നമ്മൾ കൊടുങ്ങല്ലൂർ ആണ് നമ്മളുടെ ലക്ഷ്യം. ഇവിടെ സർവീസ് റോഡാണെങ്കിലും വളരെ രസകരമായിട്ട്, അതായത് അങ്ങനെ നമ്മൾ കൊടുങ്ങല്ലൂരിലേക്ക് എത്തണം. കൊടുങ്ങല്ലൂരിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അമ്പലത്തിൻ്റെ അടുത്തേക്കൊക്കെ പോകണമെങ്കിൽ ഇവിടെ വന്നിട്ട് റൈറ്റിലേക്ക് കയറേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ കിലോമീറ്ററുകൾ പോയിട്ട് യൂ ടേൺ എടുത്ത് വരേണ്ടി വരും. അങ്ങനെ കൊടുങ്ങല്ലൂർ ഇവിടെ പില്ലറൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ട്രാഫിക്കൊക്കെ പീക്ക് ടൈമിൽ കുറയ്ക്കാൻ പറ്റും, ടേണിങ്ങുമൊക്കെ ചെയ്യാനുള്ളവർക്ക്. അതൊരു നല്ല കാര്യമാണ്. ഇവിടെ പിന്നെയും മണ്ണിട്ട് ഉയർത്തി ആ പാലത്തിലേക്ക് കയറുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും നമ്മൾ ഗുരുവായൂരേക്ക് പോവുകയാണ്. ഒരു ലോങ് വീഡിയോ ആണ്. നമ്മൾ ഒരുപാട് ഏരിയ കട്ട് ചെയ്തിട്ടാണ് പോരുന്നത്. ആദ്യം ഇതും പൂർണ്ണമായും കാണിക്കണമെന്നാണ് വിചാരിച്ചിരുന്നെങ്കിലും കുറേ പോർഷൻസ് നമ്മൾ കട്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു ചെറിയൊരു ഏരിയ നമുക്ക് കവർ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ടൗൺ ടച്ച് ചെയ്യാതെ തന്നെ
നമുക്ക് കയറി പോകായിരുന്നു. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പള്ളി കാണാം. അതായത് ആ ഒരു ചെറിയ റീച്ചിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ ചെറിയ ആ ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതായത് ഇവിടെ ഒരു കണക്ഷൻ കൂടെ വരണം, എന്നാൽ മാത്രമേ ഇവിടെ വന്ന് ഇറങ്ങാനുള്ള ഒരു കാര്യങ്ങൾ കിട്ടും. ഈ രണ്ട് ഏരിയയിൽ നമുക്ക് അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് അങ്ങനെ പോകുന്നത്. പ്രധാനമായും ഈ രണ്ട് ഏരിയ തന്നെയാണ് കഴിയാനുള്ളത്, അതായത് ടൗണിനെ ക്രോസ് ചെയ്ത് പോകാൻ കഴിയുന്നത്. പക്ഷേ സർവീസ് റോഡിലൂടെ ആണെങ്കിലും നല്ല സ്പീഡിൽ തന്നെ അല്ലെങ്കിൽ നല്ല വേഗത്തിൽ നമുക്ക് പോകാൻ കഴിയുന്ന ബ്ലോക്കുകളും കാര്യങ്ങളും ഒന്നുമില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരുമ്പോൾ ബ്ലോക്കുകളൊക്കെ വരും, കാരണം ഈ സൈഡിൽ കൂടെ തന്നെ വണ്ടികൾ വിടുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് സൈഡിലും സർവീസ് റോഡുകളെല്ലാം മനോഹരമാക്കിയതുകൊണ്ട് എല്ലാ വർക്കുകളും ഇവിടെ നമുക്ക് കഴിഞ്ഞതായിട്ടാണ് കാണാനുള്ളത്. അതായത് ഡ്രെയിനേജിൻ്റെയും ഒക്കെ വർക്കുകൾ കഴിഞ്ഞതായിട്ട് തന്നെ നമുക്ക് കാണാനുണ്ട്. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കോതപ്പറമ്പ് ജുമാ മസ്ജിദിൻ്റെ അടുത്തേക്കാണ് നമ്മൾ എത്തുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ സർവീസ് റോഡിലൂടെ പോകുന്നു. ഇതിൻ്റെ മുമ്പിൽ നമുക്കറിയാം, നമ്മൾ ഈ കാണുന്നതാണ് മസ്ജിദ് ലെഫ്റ്റ് സൈഡിൽ. അതുപോലെ അവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അവിടെ മണ്ണിട്ടുയർത്തുന്ന പരിപാടികൾ അങ്ങനെ പുരോഗമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്താണെങ്കിലും ഒരു അതിഗംഭീര സൂപ്പർ വർക്കാണ് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ കാണുന്നത് റൺവേ അല്ല, ഇത് നമ്മുടെ 6 വരിയാണ്. എന്താ ഭംഗിയില്ലേ! അതായത് ഇതിലൊരു ലൈൻ ട്രാഫിക് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതിലൂടെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകൾ മുതൽ നമുക്ക് ട്രാഫിക് നിയമങ്ങൾ നമ്മളിപ്പോൾ പല കാര്യങ്ങളും പഠിക്കുന്ന കാര്യങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് റോഡിൽ കൂടെ വാഹനം ഓടിക്കുക. അത് കുഞ്ഞുനാൾ മുതൽ പഠിച്ചു കഴിഞ്ഞാൽ വളരെ നീറ്റാവും. ഇന്ന് കേരളത്തിലെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും അറാമ്പറപ്പ് ഡ്രൈവിംഗ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അത് നമ്മൾ എവിടെ നോക്കിയാലും വെറും പിറപ്പെടുത്താണ് ആളുകൾ വണ്ടി ഓടിക്കുന്നത്. അതിപ്പോൾ പലരുടെയും മാനസികാവസ്ഥകളുണ്ടാകാം, പലരുടെയും പ്രശ്നങ്ങളുണ്ടാകാം, എല്ലാം അല്ലെങ്കിൽ ടെൻഷനൊക്കെ ആയിരിക്കാം ആളുകൾക്ക്. എന്നിരുന്നാലും അപ്പുറത്തൂടെ വരുന്നവനും അല്ലെങ്കിൽ അപ്പുറത്തൂടെ വരുന്ന വാഹനങ്ങളുമൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ സ്കൂളിൽ മുതൽ അങ്ങനെ ഒരു ഇത് വേണം. അതേപോലെ തന്നെ നമുക്ക് 80 കിലോമീറ്ററോളമായിരിക്കാം ഇതിലെയുള്ള വരുന്നത്, മാക്സിമം 100 വരെയൊക്കെ വരുമെന്നുള്ള പ്രതീക്ഷിക്കാം. എന്തായാലും ആ ഒരു ലിമിറ്റഡ് സ്പീഡിൽ തന്നെ പോവുക. ഓപ്പോസിറ്റ് സൈഡിലൂടെ വണ്ടി വരാൻ എപ്പോഴും ചാൻസുകളാണ്. കാരണം ഗതാഗതം പൂർണ്ണമാകുന്നതിന് അല്ലെങ്കിൽ ഈ 6 വരി ഫുള്ളായി തുറക്കുന്നതിന് മുമ്പ് നമ്മൾ പലവട്ടം കാണാറുണ്ട്, നല്ല റോഡ് കിട്ടുമ്പോൾ നമ്മളങ്ങ് കയറി പോകുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് വണ്ടി വരും. ഒരു പക്ഷേ നമുക്കത് മനസ്സിലാവുക പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഓടിക്കുക. ഇവിടെ നമുക്ക് ഈ സർവീസ് റോഡിൻ്റെ വീതി വളരെ കുറവാണ്. കാരണം ഇപ്പോൾ ഒരു വണ്ടി പോകുമ്പോൾ മറ്റൊരു വണ്ടിക്ക് കയറി പോകാനുള്ള വീതി ഇല്ല എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ നമ്മൾ അടുത്ത ഒരു അണ്ടർപാസ്, നമുക്കിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ പമ്പ് കാണാം ഇന്ത്യൻ ഓയിലിൻ്റെ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട്. അതൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ ഈ മഴക്കാലത്ത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ മറ്റേ വോളൊക്കെ കെട്ടി മണ്ണിട്ട് പൊക്കിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വെള്ളമൊക്കെ ചാടുന്ന ഒരു കാഴ്ച ഇപ്പോൾ കാണാൻ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പല സ്ഥലങ്ങളിലും കേരളത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ കൂടുതലും എൻ്റെ വീഡിയോസിൽ കൂടുതൽ പറയുന്നത്. ഇതൊക്കെ പില്ലറിൽ വരികയായിരുന്നെങ്കിൽ ഒരു ഗുണം, ഈ പറഞ്ഞ പോലെ അണ്ടർപാസിലൂടെ പോകുന്നവർക്ക് വണ്ടി അപ്പുറത്തെ സൈഡിലേക്കൊക്കെ പോകണമെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതേപോലെ അണ്ടർപാസേജ് ചെറിയ വണ്ടികൾക്കൊക്കെ ഇതിനിടയിൽ കൂടെ ഒക്കെ പോകാൻ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകാൻ പറ്റും. അത് ഒരു പക്ഷേ അവർ ചിന്തിക്കുന്നത് ഇത്രയും ക്ലോസ് ചെയ്യുന്നത് ഒരു പക്ഷേ ആക്സിഡൻറ്റുകളൊക്കെ ഒഴിവാക്കാനായിരിക്കാം. പക്ഷേ പൂർണ്ണമായിട്ടും ഒരു ഗതാഗതം കുറഞ്ഞൊരു ഏരിയ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. എന്തായാലും പള്ളിനട ഭാഗത്തേക്ക് നമ്മളെത്തും, അത് കഴിയുന്നു. എന്തായാലും വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ 6 വരിയിലേക്ക് കയറാൻ പോവുകയാണ്. എന്തായാലും ഒരു കണ്ണിഞ്ചിപ്പിക്കുന്ന ഒരു റോഡെന്ന് തന്നെ പറയാം. അതായത് പല സ്ഥലത്ത് പല മനോഹാരിത തന്നെയാണ്. ഇവിടെ നമുക്ക് കയറാൻ കഴിഞ്ഞില്ല, കാരണം അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്, ചെറിയ ചെറിയ വർക്കുകൾ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പള്ളിനട ഭാഗമാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇവിടെയും മണ്ണിട്ടുയർത്തുന്ന ഒരു കാര്യം അതെല്ലാം കഴിഞ്ഞിരിക്കുന്നതാണ്. റോഡൊക്കെ സെറ്റാണ്. നമ്മൾ ഈ എറണാകുളം സൈഡിൽ മാത്രമാണ് മണ്ണിട്ടുയർത്തൽ ഇപ്പോഴും നടക്കുന്നത്. ഇതാണ് പള്ളിനട. എന്തായാലും നല്ല രസകരമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇനി നമ്മൾ ആ 6 വരിയിലേക്ക് കയറുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെയാണ് നമ്മൾ ഈ റോഡിൻ്റെയൊക്കെ പണികൾ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ മുന്നോട്ട് പോകുന്നത്. സർവീസ് റോഡിലൂടെ നമ്മൾ പോകുമ്പോൾ ഇവിടെ 3 പീടികയിലേക്കുള്ള റോഡിൻ്റെ ആ ഒരു മാർക്കിങ് നമുക്ക് കാണാം. അവിടെ സൈൻ ബോർഡുണ്ട്. അപ്പോൾ നേരെയാണ് അങ്ങോട്ട് പോകണം. ആ ഒരു റോഡ് അങ്ങനെയാണ്. വീണ്ടും തൊട്ടടുത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ SN പുരമാണ്. SN പുരം നമുക്ക് ലെഫ്റ്റിലേക്കാണ്. ഇതെല്ലാം നമ്മൾ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത്. പക്ഷേ 6 വരി ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. ചില സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ വർക്കുകളാണ്. പിന്നെ നമ്മൾ പഴയ റോഡിലൂടെ കയറുകയാണ്.
നമ്മൾ പഴയ NH തന്നെ വീണ്ടും പോകുന്നു. നമ്മൾ കുറച്ച് വീഡിയോ ഇവിടെ കട്ട് ചെയ്യുകയാണ്, കാരണം കുറച്ചേറെ ലെങ്തിൽ നമ്മളിവിടെ പോകുന്നുണ്ട്. വീണ്ടും നമ്മൾ അതൊക്കെ ഒന്ന് ഷോർട്ട് ചെയ്ത് നമ്മൾ നേരെ NH കയറുന്ന ഒരു കാര്യം. അതായത് ഇവിടെ കൂടെ നമുക്ക് നേരത്തെ കയറി പോകാമായിരുന്നു, പക്ഷേ അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചപ്പോൾ നമുക്ക് മനസ്സിലായില്ല ആ റോഡിൽ കൂടെ പോകാൻ പറ്റുമോ എന്നുള്ളത്. പിന്നീട് ഇപ്പോൾ നമ്മൾ നേരെ ഗുരുവായൂർ ലക്ഷ്യം വെച്ച് പോവുകയാണ്. ഇവിടെ ഒരു എടുത്ത് പറയേണ്ട കാര്യം, ഇങ്ങനെയുള്ള 6 വരിയിലൂടെ പോകുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ലൈൻ ട്രാഫിക് കഴിഞ്ഞു, അതേപോലെ ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 6 വരിയും പൂർണ്ണമായും ഗതാഗതത്തിന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു വഴിയിൽ നിന്നൊക്കെ കയറിയിട്ട് തിരിച്ച് വരുന്ന കാര്യങ്ങൾ കാണാറുണ്ട്. അപ്പം അതുണ്ട്. പിന്നീട് നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നത് ലൈൻ ട്രാഫിക്, അത് ശരിക്കും സ്കൂളിലും കോളേജിലും ഒക്കെ, അത് മാത്രമല്ല TV-യിലും ഒക്കെ അത് എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത് എല്ലാവർക്കും അറിവുണ്ടാകില്ല എന്നുള്ളത് എടുത്ത് പറയാം. നമ്മളിതുവരെ 4 വരിയിലൂടെ യാത്ര ചെയ്തിരുന്ന മനുഷ്യരാണ് ഏറെയും ഉള്ളത്. അതുകൊണ്ട് തന്നെ 6 വരിയിലൂടെ എങ്ങനെ പോകണം എന്നുള്ളത് ഡെഫിനറ്റായിട്ട് നമ്മൾ ഒരു ക്ലാസ് ഉണ്ടാവണം. അത് പല രീതിയിൽ സിനിമകളിൽ അത് ഇൻക്ലൂഡ് ചെയ്താൽ പോലും നല്ലതായിരിക്കാം. കോമഡിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒക്കെ കാണിച്ചാൽ തന്നെ ആളുകളിലേക്ക് എത്തുമെന്നുള്ളതാണ്. എന്തായാലും ഇവിടുന്ന് നമ്മൾ നോക്കിയും കണ്ടും പോകണം. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് എക്സിറ്റ് കിട്ടിയില്ലെങ്കിൽ അത് ഒരുപാട് ദൂരം പോകേണ്ടി വരും. ഇതാണ് ഒരു ട്രക്ക് ലേബൈ ആണ്. അതായത് ട്രക്കിൽ വരുന്നവർക്ക് അല്ലെങ്കിൽ ലോറിക്കാർക്കൊക്കെ ഒന്ന് ക്ഷീണം തീർക്കാൻ ഇവിടെ ഒന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നിർത്താം. ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇതിൻ്റെ കാര്യങ്ങൾ കാണിക്കാം. എന്തായാലും ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മൾക്കിനിയും അധികം ദൂരമില്ല നേരെ ഗുരുവായൂരിലേക്ക് ഇറങ്ങാൻ. അത് നോക്കിയാണ് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മുടെ ആ ഒരു ട്രക്ക് ലേ എന്ന് പറയുന്നത്. അത് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാം. അതൊരു ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ പറയുകയാണ് ഈ ഒരു ഡിസൈനിനകത്തിലെ തന്നെ. കാരണം വലിയ യാത്രയൊക്കെ നടക്കുന്നവർക്കൊന്ന് ഉറങ്ങണമെങ്കിൽ പോലും നമുക്ക് ആ സൈഡിലേക്ക് വണ്ടിയൊക്കെ ഒന്ന് ഒതുക്കിയിടാനുള്ള, അല്ലെങ്കിൽ വണ്ടി ഒന്ന് അല്ലെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ലോ. അപ്പം അങ്ങനെ മുന്നോട്ട് പോകുന്നു. അടുത്തത് ഗുരുവായൂരിലേക്ക് ഇറങ്ങാനുള്ള നമ്മൾ എക്സിറ്റ് നോക്കി തന്നെയാണ്, സൂക്ഷിച്ച് നോക്കിയാണ്. വളരെ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ മണ്ണിലേക്ക് എത്താൻ പോകുന്നു. റോഡ് മുഴുവൻ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഫുട്ബോൾ മാമാങ്കം നടക്കുന്നത് കൊണ്ട് തന്നെ ഇത് അവിടെ ഫ്ലെക്സുകളും കാര്യങ്ങളും നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഇത് ഗൾഫല്ല, ഇത് കേരളമാണ്. നമ്മൾ ഈ റോഡ് കാണുമ്പോൾ അതെ എന്ത് മനോഹരമാണ് എന്ന് ആലോചിച്ച് നോക്കുക. മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച, മനോഹരമായിട്ടുള്ള ഈ യാത്ര. ഇവിടെ നമ്മൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോവുകയാണെങ്കിൽ അത് സന്തോഷകരമായി നമുക്ക് ഇറങ്ങാം. അതല്ല അഹങ്കാരം കാണിച്ചാൽ പലപ്പോഴും അത് ദുഃഖത്തിലേക്ക് പോകേണ്ട ഒരവസ്ഥയും വരും എന്നുള്ളതാണ്. അപ്പോൾ സൂക്ഷിച്ചും നോക്കാം. അപ്പോൾ ഇവിടെ യെല്ലോ ലൈനൊക്കെ ഉണ്ട്, അത് നമ്മൾ കാണുന്നു. ഇവിടെ വലിയ ബോർഡുണ്ട്. എക്സിറ്റിൻ്റെ ആ ഒരു ഇതിലേക്ക് എത്തുകയാണ്, ഗുരുവായൂർ ഭാഗത്തേക്ക് ഇറങ്ങാനുള്ളത്. അപ്പോൾ ഇതിലേ പോകുമ്പോൾ എക്സിറ്റിൻ്റെ മാർക്കിംഗ് എല്ലാം നമുക്കിത് ഇങ്ങനെ കാണും. നമ്മളങ്ങനെ ഗുരുവായൂർ ഭാഗത്തേക്ക് അണ്ടർപാസ് വഴി, അല്ലെങ്കിൽ സർവീസ് റോഡ് വഴി, അണ്ടർപാസ് എന്നല്ല സർവീസ് റോഡ് വഴി പോകുന്നു. ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി റൈറ്റ് സൈഡിലേക്ക് പോവുകയാണ്. ഇതിൽ പല വഴികളുണ്ട്. കുറച്ച് ആ ട്രക്ക് ലേബയുള്ള സ്ഥലത്തു നിന്നും വേണമെങ്കിൽ പോകാം, പക്ഷേ ഒരുപാട് കറങ്ങി പോകണം. ഇതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് പോകാം. ഇവിടുന്ന് നേരെ തൃശ്ശൂരിലേക്കൊക്കെ എത്താൻ ഇനിയും മിനിറ്റുകൾ മതി എന്ന് തന്നെ പറയാം. അത്ര മനോഹരമായിട്ടുള്ള അങ്ങനെ ആ ഒരു അണ്ടർപാസിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുകയാണ്. ഇനി നേരെ തിരിയുന്നു. നേരെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്തേക്കുള്ള റോഡിലൂടെ പോകുന്നു. ഇതാണ് സർവീസ് റോഡ്. ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ റോഡുകൾ പൊട്ടിപ്പൊളിയുന്നുണ്ട് ഇവിടെ. നമുക്കറിയാം ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ ഒരുപാട് വണ്ടികൾ പോകുന്നതാണ്. എത്ര നന്നായി ചെയ്താലും നമുക്കറിയാം ഇവിടെയൊക്കെ വെള്ളക്കെട്ടും കാര്യങ്ങളുമൊക്കെ ഇടയ്ക്കൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഇനിയും പരിഹരിക്കേണ്ടതുണ്ട്, പരിഹരിക്കപ്പെടും. ഇത്രയും ചെയ്യാമെങ്കിലാണോ, ബാക്കിയും കൂടെ നമ്മൾ ചെയ്യും. ഇവിടെ ഡ്രെയിനേജിൻ്റെ ആ ഒരു സൈഡിലെ കുറച്ച് പണികൾ നമുക്ക് വീണ്ടും പെൻഡിങ് ആയിട്ടുള്ളതൊക്കെയാണ് നമുക്ക് കാണുന്നത്. നീറ്റാക്കാനുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു വീഡിയോ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നമ്മൾ എൻഡ് ആവുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളുമെല്ലാം ഒന്ന് വേണം. തീർച്ചയായും ഒരു ലോങ് വീഡിയോ, ഇത് വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായതാണ്. ഇത്രയും വലിയ ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മൾ പല സ്ഥലങ്ങളെക്കുറിച്ച് ചെക്ക് ചെയ്യാനും അല്ലെങ്കിൽ അത് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെയാണ് സമയമെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു ഗുരുവായൂരിലേക്ക്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അഭിപ്രായങ്ങളും കമൻസുകളുമായിട്ട് വരാം. മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരും അല്ലെങ്കിൽ വീട്ടുകാരുമൊക്കെ ഗൾഫിലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലുമൊക്കെ ഈ ഒരു കാഴ്ച കാണാൻ, എന്നിട്ട് നമ്മൾ പലരും ഇങ്ങനെയൊരു കാഴ്ച കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. എങ്ങനെയാണ് നമ്മുടെ നാട് വികസിക്കുന്നത്, അതിൽ നമ്മുടെ സന്തോഷമാണ്, നമ്മുടെ അഭിമാനമാണ്, നമ്മുടെ അഹങ്കാരമാണ് നമ്മുടെ നാട്. അങ്ങനെ നമ്മൾ ഗുരുവായൂരിലേക്ക് എത്താൻ പോകുന്നു. താങ്ക് യു.